സുരേഷ് ഗോപിയെ പോലുള്ളവര് ഇവരെ ഇലവിട്ട് ചോറ് കൊടുക്കാനും പുടവ കൊടുക്കാനൊക്കെ ഓണത്തിന് വിളിക്കാനും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങാനൊക്കെ ഇവര് പോയി. ഈ ബില്ല് വന്നപ്പോൾ ഇയാൾ ഒരു അക്ഷരം ഇന്ത്യ. ഇയാൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം വളരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെ അബ്ദുൾ വഹാബ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളതാണ്. ഇവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് ബജറ്റ് അലൊക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിലല്ലാതെ? നമുക്ക് 2016 മുതൽ ഇവിടെ ബജറ്റ് അലൊക്കേഷൻ ഉണ്ട്. ഇവിടെ സർജറി ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, സ്വയം തൊഴിൽ പദ്ധതികളുണ്ട്, അക്ഷരതാ മിഷൻ വഴി പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്താ സ്ത്രീകളെ തട്ടിയെടുക്കാൻ പറ്റുന്നത്? സ്ത്രീകളുടെ ബാത്റൂം ഉപയോഗിക്കുന്നതാണ് അത്ര വലിയ അവകാശം? അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊക്കെ ആണുങ്ങളായോ പോരെ? ആണുങ്ങൾക്കല്ല കൂടുതൽ അവകാശം. എന്തുകൊണ്ട് കൃഷ്ണൻ ഇത്ര അധികം ഭാര്യമാർ? എന്തുകൊണ്ട് ശിവന് പുരുഷനും സ്ത്രീയുമായി മൾട്ടിപ്പിൾ സെക്ഷൽ റിലേഷൻഷിപ്പ്? വന്ന വഴി എത്ര സഹനം നിറഞ്ഞതാണെന്ന് ഇവർ ആലോചിക്കുന്നില്ല. ഇപ്പോൾ ഇവർ വന്നിരിക്കുന്ന കസേരകളൊക്കെ ആര് കൊണ്ടുവന്നിട്ടതാണ് എന്നുള്ളത് ഇവർ ആലോചിക്കുന്നില്ല. അതിൽ എത്ര പേരുടെ രക്തമുണ്ട്, എത്ര പേരുടെ മരണമുണ്ട്, എത്ര പേരുടെ കൊലപാതകമുണ്ട്, എത്ര പേരുടെ ഇല്ലാതാക്കലുണ്ടെന്ന് ഇവർ ആലോചിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് അവർ ഞങ്ങളെ കൈക്കൊണ്ട് നടക്കുകയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇല്ല, നുണയാത്. ദൈവിക പദവി അല്ല വേണ്ടത്. ശരിക്കും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ മനുഷ്യൻ്റെ ജെൻഡർ എക്സ്പ്രഷനെ കാണാൻ കഴിയണം. അതിന് സഹായം നൽകേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ്. ആ ഭരണകൂടം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതാക്കലിനാണ് ശ്രമിക്കുന്നത്. അഘോരികൾ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരണമെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം. ട്രംപ് ബോധം തന്നെയാണ് ഇവിടെ മോദിയും പ്രയോഗിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ലീഡേഴ്സ് പലപ്പോഴും ചോദിക്കുന്നുണ്ട് അത്ഭുതത്തോടു കൂടി, എങ്ങനെയാണ് ഇങ്ങനൊരു മാറ്റം? ഈ 2014 വരെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പോളിസി വന്നു, ശരി തന്നെ, പക്ഷെ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള ആക്ഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ പുതിയ ഗവൺമെൻറ് ശേഷം ആ ആക്ഷൻ ഉണ്ടായി. കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ തന്നെ പറഞ്ഞു ഒരു സർവേ നടന്നിട്ടുണ്ടെന്ന് ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കിടയിൽ. അങ്ങനെ സർവേ നടന്നിട്ടില്ല. തീവ്ര ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഇല്ലാതാക്കൽ തന്നെയാണ്. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും തിയേറ്റർ ആർട്ടിസ്റ്റുമായ ശീതൾ ശ്യാമാണ് മാഡിസൺ ഡിജിറ്റലിൻ്റെ ഇന്നത്തെ അതിഥി. സ്വാഗതം. താങ്ക് യു. ശീതൾ, ഒരു പുതിയ ബില്ലിൻ്റെ സാഹചര്യത്തിലാണ് ഞാനും ശീതളും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ശീതൾ അടങ്ങുന്ന ഒരു ട്രാൻസ് സമൂഹത്തിന് ഭയങ്കര ഭീഷണിയായൊരു ബില്ല് തന്നെയാണിത്. ഇതിനെക്കുറിച്ച് എന്താണ് ശീതളിന് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഇത് 2019 ഇങ്ങനൊരു ആക്ട് വരുന്നത്. ഈ ആക്ട് വന്നപ്പോൾ തന്നെ നമ്മളിതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റും സമരപരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണത് ചെയ്തതെന്ന് വെച്ചാൽ, ഓൾറെഡി ഇതൊരു കമ്മ്യൂണിറ്റി കൺസൾട്ടേഷൻ ഇല്ലാത്തൊരു ബില്ലായിരുന്നു. അത് പിന്നെ ആക്റ്റാക്കി മാറ്റാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന അമൈൻമെൻറ്റ്, ഈ പ്രൊട്ടക്ഷൻ ആക്റ്റിലുള്ള അമൈൻമെൻറ്റ് എന്ന് പറയുന്നത്, അത് ശരിക്കും ഒരു കമ്മ്യൂണിറ്റി സമൂഹത്തെ തന്നെ, അല്ലെങ്കിൽ ഒരു വലിയൊരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലും, അല്ലെങ്കിൽ അവരെ അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ അമൈൻമെൻറ്റ് ഉള്ളത്. ഇത് ശരിക്കും ഒരു വലിയൊരു സമൂഹത്തെ ഭയത്തിലേക്കും ഭീതിയിലേക്കും അവരുടെ ജീവിതത്തെ ശരിക്കും ഒരു അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2019 ആക്ട് വരുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. കാരണം എന്തുകൊണ്ടായിരിക്കാം ഒരു സമൂഹത്തെ കേൾക്കാനായിട്ട് ഭരണകൂടത്തിന് സാധിക്കാത്തത്? എന്തിനാണ് ഈ ഒരു സമയത്ത് ഇത്ര ധൃതി പിടിച്ച് ഇങ്ങനൊരു അമൈൻമെൻറ്റ് ബില്ല് അത് ലോക്സഭയിൽ പാസ്സായി രാജ്യസഭയിലും പാസ്സാക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഇത്തരം വിഷയങ്ങളിൽ ഒരു ദൈവികത കടന്നു വരുന്നതെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ 2 സഭയിലാണെങ്കിലും ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും സംസാരിക്കുന്നത് ദൈവിക പദവി കൊണ്ടാണ്. അവർ ദൈവങ്ങളാണ്, അവർക്കൊരു ദൈവിക പദവിയുണ്ട്, അല്ലെങ്കിൽ അവർ അർദ്ധനരീശ്വരന്മാരാണ്, അവർ രാമായണത്തിലും ഇതിഹാസങ്ങളിലും മഹാഭാരതത്തിലൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ മാനുഷികമായിട്ടുള്ള പരിഗണനയാണ് വേണ്ടത്, ദൈവികതയല്ല. ഈ ദൈവികതയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനൊരു കുറ്റവാളികളാക്കി ചിത്രീകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ അസ്തിത്വം മറ്റ് വ്യക്തികൾക്ക് മുമ്പിൽ നമ്മൾ തുറക്കണം, അല്ലെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്യണം എന്നുള്ള, ഒരു ബോർഡിന് മുമ്പിൽ പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു നിയമം അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ട്രാൻസ് വ്യക്തികൾ ആരെങ്കിലും മറ്റൊരു വ്യക്തിയെ ട്രാൻസായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ശിക്ഷ വളരെയധികം കൂടുന്നതും
അല്ലെങ്കിൽ അവരെ കൂടുതൽ ക്രിമിനലൈസ് ആക്കുന്നതും അവരെ ആജീവനാന്തം ജയിലിൽ അടയ്ക്കുന്നതുമായിട്ടുള്ള ഒത്തിരി നിയമങ്ങൾ ഇതിൽ എഴുതി ചേർക്കാനായിട്ട്. അപ്പോൾ എന്തായിരിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴും അതിൻ്റെ കൺസൾട്ടേഷനും കൺവെൻഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആകമാനം പ്രൊട്ടസ്റ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എങ്ങനെയാണോ അമേരിക്കൻ ഭരണകൂടം ട്രംപ് ഒരു സിസ്ജെൻഡർ ഐഡിയോളജിയിൽ തന്നെ സ്ത്രീ മാസ്കുലിൻ ഫെമിനൈൻ അല്ലെങ്കിൽ മാസ്കുലിൻ ഫെമിനൈൻ സ്ത്രീ പുരുഷൻ എന്നുള്ള ദ്വന്ദ്വബോധങ്ങളെ മാത്രം അഡ്രസ്സ് ചെയ്താൽ മതി, മറ്റൊന്നും ഇല്ല എന്നുള്ളൊരു ട്രംപ് ബോധം തന്നെയാണ് ഇവിടെ മോദിയും പ്രയോഗിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ക്യൂആർ മനുഷ്യർ എപ്പോഴും ചോദ്യം ചോദിക്കുന്നവരാണ്. അവർ ഈ ഭരണകൂടം നടത്തുന്ന എല്ലാ ഭീകരതയെയും അനീതിയെയും അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് ക്യൂആർ ആക്ടിവിസ്റ്റ് ആയിക്കോട്ടെ, ട്രാൻസ് ആക്ടിവിസ്റ്റ് ആയിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ള മനുഷ്യരായാലും. നമുക്കറിയാം 2014 ശേഷം ഇന്ത്യയിൽ എത്രത്തോളം മതവർഗീയത ഉണ്ടായിട്ടുണ്ട്, ഇവിടെ മറ്റ് മതവിഭാഗങ്ങൾക്ക് നേരെ എത്രത്തോളം മാറ്റി നിർത്തലുണ്ടായിട്ടുണ്ട്, അവർക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി നിയമങ്ങൾ, ഇതൊക്കെ തന്നെ ചോദ്യം ചെയ്തിട്ടുള്ളത് കലാകാരരാണ്, എഴുത്തുകാരാണ്, സിനിമ പിടിക്കുന്ന ആളുകളാണ്, നാടകം ചെയ്യുന്ന ആളുകളാണ്, ആക്ടിവിസ്റ്റുകളാണ്. അത് മനുഷ്യാവകാശ പ്രവർത്തകരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും പരിസ്ഥിതി പ്രവർത്തകരായാലും നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ നോട്ടപ്പുള്ളികളായിട്ടാണ് ഇന്ന് ഭരണകൂടം കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ളൊരു നോട്ടപ്പുള്ളികളായി നമ്മൾ മാറുന്നതിൻ്റെ ഒരു ആദ്യ പടിയാണ് ഈ പറയുന്ന ഇല്ലാതാക്കൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മളിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതി ഈ ബില്ലിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അത് വലിയ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇത് നാൽസ ജഡ്ജ്മെൻറ്റിനെ എതിർക്കുന്ന ഒരു അമേൻമെൻറ്റ് കൂടിയാണ്. അപ്പം നെൽസ 2014 സെൽഫ് ഡിക്ലറേഷൻ എന്നൊരു വിഷയം കൂടി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സുപ്രീം കോടതി വിധിയാണത്. അപ്പം നെൽസ അതിനെതിരെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഈ ബില്ലിനെതിരെ സംസാരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെയൊരു അപ്പയറിംഗ് കമ്മിറ്റീനെ വെച്ചിട്ടുണ്ട് ജസ്റ്റിസ് ആശാ മേനോൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അവരും നമ്മളെ സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണ് ബില്ലിൽ കിന്നർ, ഹിജ്റ, അരവാണി തുടങ്ങിയവരെ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അല്ല, യഥാർത്ഥത്തിൽ ഇതൊരു തീവ്ര ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഇല്ലാതാക്കൽ തന്നെയാണ്. ഗോനസിൻ്റെ തന്നെ പറയാം നമുക്കതിന് വേണമെങ്കിൽ. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇത്തരം മതപരമായിട്ടുള്ള ഐഡിയോളജിയെ ഇത്തരം ആളുകൾക്കിടയിൽ പുഷ് ചെയ്യുക, അതിൽ കുത്തിവെക്കുക, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരിക, നിശീതം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഐ തിങ്ക് 2016 മുതൽ തന്നെ ഇങ്ങോട്ട് വലിയ തരത്തിലുള്ള ഹിന്ദുത്വ ഐഡിയോളജി പ്രകടിപ്പിക്കുകയും അതിനു വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന കമ്മ്യൂണിറ്റി ലീഡേഴ്സും ഉണ്ട്. ഇപ്പോൾ 2014 ആദ്യമായിട്ട് ട്രാൻസ് വ്യക്തികളെ റോഡ് സ്കെയിലിംഗ് മാപ്പിങ്ങിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ 2014 സുപ്രീം കോടതി വേർഡിക്റ്റ് വരുന്നത് 2014. അതിനുശേഷമാണ് അവരിവിടെ മനുഷ്യരായിട്ട് ഇന്ത്യ സമൂഹം അംഗീകരിച്ചത്. അപ്പോൾ അതുവരെ അവർ സ്ട്രഗ്ലിങ്ങിലായിരുന്നു. അവർ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്ത് ചെയ്യുന്നു എന്നൊന്നും ഈ സമൂഹത്തിൽ ആർക്കും ആലോചന ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷമാണ് ഇന്ത്യയിൽ ആദ്യമേ ഒരു പോളിസി വരുന്നതും അത് കേരളത്തിലാണ് വരുന്നത്. ഒരു സർവേ നടന്നതും കേരളത്തിലാണ്. കേരളത്തിൽ വളരെ ബഹുമാനപൂർവ്വമുള്ള ഒരു ഇൻക്ലൂഷനാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിൽ യാതൊരു തരത്തിലുള്ള ദൈവീകതയും ഇല്ല. ഇവിടെ കൾച്ചർ ഡെവലപ്മെൻറ്റും കൾച്ചർ ഐഡൻറ്റിറ്റിയും ഇല്ലാത്തത് നമ്മുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എങ്കിൽ പോലും അതിനൊരു ഭാഗ്യമായിട്ട് കാണണ്ട. എങ്കിൽ പോലും അങ്ങനെ ഒരു സൗകര്യം നമുക്കുണ്ടായിരുന്നു. മറ്റ് സ്റ്റേറ്റുകൾ ആണെങ്കിൽ അവിടെ കൾച്ചർ ഐഡൻറ്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോയ ആളുകൾക്ക് താമസിക്കാനും അവർക്ക് സർവൈവ് ചെയ്യാനും പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറയുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കേരളത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെയധികം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും കമ്മ്യൂണിറ്റി ഇൻക്ലൂഷനൊന്നും നടന്നിട്ടില്ല. പക്ഷെ അവിടെ കൾച്ചർ ഇൻക്ലൂഷൻ നടന്നിട്ടുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അവർ ഇൻവിസിബിൾ ആണെങ്കിലും
എന്നാൽ വിസിബിളാണ്. അതൊരു ദൈവീകതയുടെ പേരിലെങ്കിലും അവർ വിസിബിളാണ്. അതുകൊണ്ട് തന്നെ കൾച്ചർ ഐഡൻറ്റിറ്റികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പം കിന്നർ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും അറിയത്തില്ല. ഹിജഡ സംസ്കാരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഹിജഡ എന്നൊരു പദത്തിനെ തന്നെ വളരെ വെറുപ്പോടു കൂടി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ ആ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെയാണ് ജോഗപ്പ സംസ്കാരം, അറവാണി സംസ്കാരം. അപ്പോൾ അറവാണി എന്ന പദം പോലും ഇപ്പോൾ തിരുവനന്തപുരം ഒക്കെ നമ്മൾ അറവാണി എന്നത് തെറിവാക്കാണ് ശരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ പദങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഈ പദവും സംസ്കാരവുമായി നമുക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഹിജഡ എന്ന വാക്കിനർത്ഥം ദൈവദൂതർ എന്നാണ്. പേർഷ്യയിലെ പാഴ്സി എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം കമ്മ്യൂണിറ്റീസ് ഉള്ളത് ഹിജഡാസിലാണ്, കൾച്ചർ കമ്മ്യൂണിറ്റിയിലുള്ളത്. ശരിക്കും ഒരു മുഗൾ ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ് ഹിജഡ കൾച്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. 7 വീടുകളായിട്ട് പല സംസ്ഥാനങ്ങളുണ്ട്. കിന്നർ എന്ന് പറയുന്നത് നമ്മൾ ഉപനിഷത്തുകളിൽ പറയുന്ന യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, വീണ വായിക്കുന്നവരെന്നാണ് കിന്നരന്മാർ എന്നർത്ഥം. കിന്നരന്മാർ പതുക്കെ പതുക്കെ ലോപിച്ചാണ് കിന്നർ എന്നുള്ളൊരു പദം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് രാജ്യസഭകളിലും ചക്രവർത്തിമാരുടെ സഭകളിലും ഈ പറയുന്ന ദേവന്മാരുടെ സഭകളിലൊക്കെ അവർക്ക് പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മിത്തുകൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ജോഗപ്പ പരശുരാമൻ്റെ അവതാരവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ മറ്റ് റൂറൽ മേഖലകളിലുള്ള ഒരു ഐഡൻറ്റിറ്റിയും അതിൻ്റെ ഐഡിയോളജിയാണ് ഈ പറയുന്ന ജോഗപ്പ സംസ്കാരം. ജോക്തി എന്നും ജോഗപ്പ എന്നൊക്കെ പറയുന്നുണ്ട്. അൽവാണി ശരിക്കും മഹാഭാരതത്തിലെ മോഹിനിയുടെ ദാസിമാരും പിൻതലമുറക്കാരൊക്കെ ആയിട്ടാണ് അറവാണികൾ അറിയപ്പെടുന്നത്. അപ്പോൾ ശരിക്കും കിന്നർ സമുദായത്തിന് ഓൾറെഡി ആശ്രമവും അവർക്ക് ഒരു സവിശേഷ പദവിയൊക്കെ വേണമെന്ന് ഇവർ കുറേ വർഷങ്ങളായി വാദിക്കുന്നു. അപ്പം എന്തുകൊണ്ടായിരിക്കാം അവർക്ക് മാത്രം ഒരു പ്രത്യേക പദവി? അത് നമ്മൾ ആലോചിക്കുമ്പോൾ കുംഭമേള നമ്മുടെ ഇന്ത്യയിൽ കേട്ടു തുടങ്ങിയിട്ട് നമ്മൾ അധികം നാളുകളൊന്നും ആയിട്ടില്ല. യഥാർത്ഥത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സംഭവം ഇപ്പം എല്ലാ സമയത്തും നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തിരുനാവായ വരെ അത് എത്തി നിൽക്കുന്നു. നമ്മൾ കാണാത്തൊരു കാര്യമാണ്. അപ്പോൾ കുംഭമേള ഇതുവരെ നടന്നിരുന്ന പല പല വലിയ നദികളിലാണ്, ഗംഗ പോലുള്ള പല സ്ഥലങ്ങളാണ്, വാരണാസി പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. പക്ഷെ അത് നമ്മുടെ കേരളത്തിലേക്ക് അത് എത്തണമെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം, അഘോരികൾ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരണമെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ കൾച്ചറൊക്കെ നമ്മുടെ ഇവിടേക്ക് വരുന്നത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ അത് നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. സെയിം തന്നെയാണ് ഇപ്പം കിന്നർ സമുദായം തന്നെയാണ് ഈ കുംഭമേളകൾക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അവർ ഗംഗാജലം ഒഴുക്കുകയും മറ്റ് സംഗമ നദികളുടെ ജലങ്ങൾ ഒഴുക്കിയൊക്കെയാണ് അവരവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുംഭമേളയിലൊക്കെ കിന്നർ അഖാഡകൾ, കിന്നർ ആശ്രമങ്ങൾ ആ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ വലിയ സ്വീകാര്യതയും സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്ന് ഹിന്ദുയിസത്തിൻ്റെ പ്രചാരകരായിട്ട് ഇവരെ ശരിക്കും നമ്മുടെ ഈ ഭരണകൂടം തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു പ്രത്യേക പദവി കൊടുക്കുന്നത്. എന്തുകൊണ്ട് അവരെക്കാൾ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഇന്റർസെക്സ് പേഴ്സൺസിനോ ട്രാൻസ്മെൻസിനോ ഒന്നും ഒരു പ്രത്യേക പദവി കൊടുക്കാൻ ഇവർ തുനിയുന്നില്ല? അതൊരു ചോദ്യമാണ്. പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, കിന്നർ സമുദായത്തിൽപ്പെട്ട ലീഡേഴ്സ് തന്നെ ഈ ബില്ലിനെതിരെ അഗൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റിനായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു ആശ്വാസമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അങ്ങനെ തന്നെയാണ്. കാരണം ശ്രേഷ്ഠ പദവി വേണ്ടവർക്ക് വേണം, പക്ഷെ അനാവശ്യ ശ്രേഷ്ഠ പദവി ആർക്കാണ് കൊടുക്കേണ്ടത്? അതിൻ്റെ തിടുക്കം എന്താണ്? യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അതിൽ സംരക്ഷിക്കേണ്ട വിഭാഗമാണെങ്കിൽ നമ്മൾ സംരക്ഷിക്കപ്പെടണം. ഇപ്പം നമുക്കറിയാം ആദിവാസി വിഭാഗങ്ങളിൽ ഒത്തിരി മനുഷ്യരുണ്ട്. ഇപ്പോൾ ചോല നായ്ക്കർ, പണിയർ, കുരിശ്യർ. ഇപ്പം നമ്മൾ ചോല നായ്ക്കർ എന്നൊക്കെ പറയുമ്പോൾ അവർ സംരക്ഷിക്കേണ്ട ഒരു വിഭാഗമാണ്. കാരണം അവർക്ക് നഗരവും ഈ പറയുന്ന ഗ്രാമങ്ങളൊക്കെ അവർക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ്. അവർ വനങ്ങളുമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരെ റീഹാബിലേഷനിലേക്കല്ല കൊണ്ടുവരേണ്ടത്, അവരെ പതിയെ പതിയെ എംപവറിങ്ങിലും ഇൻക്ലൂഷനിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെയാണ് കിന്നർ സമുദായത്തെയും അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷേ ഇത് മൊത്തം എനിക്ക് തോന്നുന്നു ഇത് വോട്ട് ബാങ്കിൻ്റെ ഒരു സമ്പ്രദായമാണ്. അതായത് നിങ്ങൾ ഒരു താഴ്ത്തപ്പെട്ട വിഭാഗം, ഞങ്ങളെ സംരക്ഷിക്കുന്നു, അതും ദൈവികമായി തന്നെ, ദൈവമായി കണ്ടുകൊണ്ട് തന്നെ. അതുകൊണ്ട് നിങ്ങൾ കൂട്ടമായി തന്നെ ഞങ്ങളിലേക്ക് വരൂ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഇനി മുതൽ ചോദ്യം ചെയ്യപ്പെടില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു പേര് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്നുള്ളൊരു ഉത്തരമാണ് ഈ ഭരണകൂടം നമുക്ക് നൽകുന്നത്. അത് ശരിയല്ല. അത് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ലംഘനമാണ്. ഇവിടെ നെൽസ പറയുന്നത് സെൽഫ് ഡിക്ലറേഷനാണ്. അത് ഓരോ വ്യക്തിയുടെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും കാര്യമാണ്. അപ്പം നമ്മൾ എപ്പോഴാണ് ഒരു ട്രാൻസ് വ്യക്തിയായി അംഗീകരിക്കുന്നത്?
അതൊരു കുടുംബമായിട്ട് കാണുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് എപ്പോഴാണ് അതിനെ ട്രാൻസ് ആയിട്ട് റിയലൈസ് ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും പ്രായപൂർത്തിയായ ആളുകളെയാണ് ട്രാൻസ് ആയിട്ട് അതെ. അംഗീകരിക്കുന്നത്. വൈ? ഇപ്പം അതാണ് ID കാർഡിൻ്റെ പ്രശ്നം. ഞാൻ എപ്പോഴാണ് മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാവേണ്ടത്? എൻ്റെ വളർച്ചയുടെ ഏത് കാലഘട്ടത്തിൽ? അതെൻ്റെ ചൈൽഡ്ഹുഡിലാണോ, അല്ലെങ്കിൽ എൻ്റെ യൗവനത്തിലാണോ, കൗമാരത്തിലാണോ, അതിനി മധ്യവയസ്ക സമയത്താണോ എന്നുള്ളതാണ്. ഒന്ന് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ആധാർ കാർഡ് എടുക്കും. അപ്പോൾ എൻ്റെ ലിംഗനിർണ്ണയം നടത്തുന്നത് ഒരു ഡോക്ടറാണ്. എന്നെ ഇങ്ങനെ ലിംഗനിർണ്ണയം നടത്തിയതിന് ശേഷം എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇല്ല എന്ന് പറയുന്നത് അത് എത്രത്തോളം മനുഷ്യാവകാശ ലംഘനമാണ്? നിങ്ങൾ പറയുന്ന സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള സിസ്ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള ഐഡിയോളജിയിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? കാരണം അതിന് സഹായം നൽകേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ്. ആ ഭരണകൂടം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതാക്കലിനാണ് ശ്രമിക്കുന്നത്. അതെല്ലാ മനുഷ്യർക്കും വലിയ ആശങ്കയും ഭയവും ഭീതിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രേവതി മാമായിട്ട് സംസാരിച്ചപ്പോൾ രേവതി മാം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു ബില്ല് ഞങ്ങളെ 50 വർഷം പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ്. അപ്പം അതിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത്. ശരിക്കും അതൊരു 50 വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ എത്രത്തോളം ആയിരിക്കും അതിൻ്റെ ഒരു ഭീകരത ഒളിഞ്ഞിരിക്കുന്നത്? അല്ല, യഥാർത്ഥത്തിൽ വീരേന്ദ്രകുമാർ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ പറഞ്ഞത് ഇത് അവരെ ചേർത്ത് പിടിക്കാനാണ്. അവരുടെ സുരക്ഷിതത്വത്തെ ഇല്ല, ഇതിൽ സുരക്ഷിതത്വം അല്ല ഉള്ളത്, ഇതിൽ അരക്ഷിതാവസ്ഥയാണുള്ളത് യഥാർത്ഥത്തിൽ. കാരണം നമ്മൾ ഇപ്പം കേരളത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിലെല്ലാം കൊണ്ടും കമ്മ്യൂണിറ്റി വളരെയധികം ഇൻവിസിബിളായി നിന്നിരുന്നതിൽ നിന്ന് അവർ വിസിബിളായി. അവർ ആ വിസിബിലിറ്റിയിലേക്കും വന്നു, സോഷ്യൽ ഇൻക്ലൂഷനിലേക്കും വന്നു. അപ്പോൾ ഒത്തിരി പേര് കോളേജുകളിൽ പഠിക്കുന്നു, അവർ കുടുംബങ്ങളിൽ ജീവിക്കുന്നു, വിവാഹം കഴിക്കുന്നു, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലി സിസ്റ്റം രൂപപ്പെടുന്നു, അവർ കലാപ്രവർത്തനം ഏർപ്പെടുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഒരു ചേഞ്ച് ഉണ്ടായി. അപ്പോൾ രേവതി അമ്മയെപ്പോലൊരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ്, അല്ലെങ്കിൽ ഇത്രയും വർഷം പരിചയമുള്ളൊരു വ്യക്തി അങ്ങനെ പറയണമെങ്കിൽ, കാരണം അവർ ജീവിച്ച് വളർന്ന സാഹചര്യം അങ്ങനെ ഒരു കൾച്ചർ, പ്രത്യേകിച്ച് ഹിജറ കൾച്ചറിൽ ജീവിച്ച ഒരാളാണ്. അവിടെ നിന്ന് അവർ ആക്ടിവിസ്റ്റ് ആവുന്നതും തിയേറ്റർ ആർട്ടിസ്റ്റ് ആവുന്നതും ഫിലിം ആർട്ടിസ്റ്റ് ആവുന്നതും എഴുത്തുകാരി ആവുന്നതും ഒക്കെ അങ്ങനെയാണ്. അത് ഈ സൊസൈറ്റിയുമായി പ്രവർത്തിക്കുകയും സാമൂഹികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാവുകയും സമൂഹം നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. പക്ഷേ അമൈൻമെൻറ്റ് ബില്ല് ശരിക്കും നമ്മുടെ സ്വത്വത്തെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്വത്വബോധത്തെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് എങ്ങനെയാണ് ഈ സോഷ്യൽ ഇൻക്ലൂഷനിലേക്ക് പോകാൻ സാധിക്കുന്നത്? അപ്പം നിങ്ങളിവിടെ നിലനിൽക്കേണ്ടവരല്ല, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടവരാണ്. നിങ്ങൾ ഈ പറയുന്ന ഹെട്രോ ഐഡിയോളജിയിലേക്ക് പോകണം. ആ ബോക്സുകളിലേക്ക് നിങ്ങൾ വീണ്ടും ട്രാൻസ് ആണെങ്കിൽ നിങ്ങൾ ട്രാൻസ് എന്ന് പറയാൻ പറ്റില്ല. നെയ്തർ ഫീമെയിൽ ഓർ മെയിൽ എന്നാണ് ബില്ലിൽ പറയുന്നത്. ഒന്നുകിൽ ആണ്, ഒന്നുകിൽ പെണ്ണ്. ഈ പറയുന്ന ഇൻ്റർസെക്സോ ജെൻഡർ ക്യൂറോ ജെൻഡർ ന്യൂട്രലോ ജെൻഡർ എക്സ്പ്രസീവായിട്ടുള്ള ആളുകളോ ട്രാൻസ്മെന്നോ ഒന്നും ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്നില്ല. നിങ്ങളാകെ കൾച്ചർ ഐഡൻറ്റിറ്റി മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആരാണ് യഥാർത്ഥ ട്രാൻസ്ജെൻഡർ എന്നുള്ളതാണ് ആദ്യ പാരഗ്രാഫ്. അപ്പോൾ ആ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട് ഒന്നുകിലാണോ ഒന്നുകിൽ പെണ്ണോ. അപ്പോൾ ഇതുവരെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ സൂര്യയൊക്കെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഫീമെയിൽ കാർഡിലാണ്. അപ്പോൾ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ സൂര്യയുടെ ആധാർ കാർഡൊക്കെ ഫീമെയിലാണ്, ഇഷാൻ്റെ മെയിലാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് തരുന്നത്. പക്ഷേ ബെനിഫിറ്റിന് വേണ്ടി നമുക്ക് ട്രാൻസ് ID കാർഡ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും ബെനിഫിറ്റിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രാൻസിനൊരു ബെനിഫിറ്റ് ഉണ്ട്, കാരണം നമ്മളങ്ങനെ വന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാർഡ് ഉള്ളത്. അപ്പോൾ അത് ശരിക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതേസമയം നിയമം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വിവാഹം കഴിക്കണം തോന്നി, അതുകൊണ്ട് ഈ കാർഡ് എടുത്ത് വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. സമൂഹത്തിന്റെ പൊതുവായ ഒരു ധാരണയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും സെക്സ് വർക്കേഴ്സ് ആണ്, അവരൊരു മെച്ചപ്പെട്ട ജീവിത രീതി നയിക്കേണ്ടവരല്ല എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിലായാലും എല്ലാത്തിലും നമുക്ക് കാണാം. അതുകൊണ്ടാണോ ഇങ്ങനൊരു തെറ്റായ ഒരു മെസ്സേജ് പോകുന്നത് കൊണ്ടാണോ പൊതുസമൂഹത്തിൽ നിന്ന് ഈ ബില്ലിനെതിരെ ഒരു സപ്പോർട്ട് കിട്ടാത്തതെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഒന്ന് ഇപ്പം നമ്മൾ ഏത് കാര്യമാണെങ്കിലും, ഇപ്പം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ സമരം ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ IPC 377 2008 ഡൽഹി 2009 ഡൽഹി ഹൈക്കോടതി വേർഡിക്റ്റ് വരുന്നത്.
അത് വന്ന് 2011 വീണ്ടും അത് ഡീക്രിമിനലൈസ് ചെയ്യാണ് സുപ്രീം കോടതി. നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തല്ലോ, ഇവിടെ പോയിട്ട് പാർലമെന്റിൽ പോയി പ്രൊട്ടസ്റ്റ് ചെയ്തു. ഡൽഹിയിലല്ല അവർ ഇവിടുന്ന് ട്രെയിൻ വിളിച്ചു പോയി. നമ്മളൊരു കളക്റ്റീവായിട്ടാണ് പോയത്. നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ആ പ്രൊട്ടസ്റ്റിന് ഫലം 2011 12 13 14 കണ്ടില്ല. 16 വീണ്ടും അത് ഡിബേറ്റ് ആയത് എവിടെ, സുപ്രീം കോടതിയിൽ. പക്ഷെ 18 എന്ത് വന്നത്, IPC സ്ക്രാപ്പ് ചെയ്തത്. അപ്പൊ ഒത്തിരി വർഷം കാത്തിരുന്നു. അപ്പൊ നമുക്ക് ഈ സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവിടുത്തെ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുമെന്നൊന്നും യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പം പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ എന്തായാലും ഇത് പൊളിറ്റിക്കലി എന്തെങ്കിലും ചെയ്താൽ ഇതിൽ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മീഡിയക്ക് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റേതെങ്കിലും സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്നതോ ഒന്നുമല്ല. ഇവിടെ കോർട്ടിനോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്കലി റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള ആളുകൾക്കോ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമാണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ സമീപിച്ചിട്ടുള്ളത്. അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം CPM അന്താരാഷ്ട്ര പഠന കോൺഗ്രസ്സിൽ 2017 തന്നെ 370 കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, പ്രൊട്ടക്ഷൻ ആക്ട് വന്ന ഉടനെ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആണ്. CPM ഔദ്യോഗിക പത്രക്കുറിപ്പ് തന്നെ ഉണ്ടായിരുന്നു. DYFI അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ചു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, വളരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ അബ്ദുൾ വഹാബ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളതാണ്. ബില്ലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളതാണ് രാജ്യസഭയിൽ. ഭയങ്കര അത്ഭുതപ്പെടുത്തി തന്നെ അത്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഒരു സോഷ്യൽ അവയർനെസ് ഉണ്ടായിട്ട് തന്നെയായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി. പിന്നെ സോഷ്യൽ മീഡിയ അല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ ലൈഫ് തീരുമാനിക്കുന്നത്. പക്ഷേ കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിലുള്ളവർ വിചാരിക്കും അവരപ്പം കുറേ അഡ്വക്കേറ്റ്സും ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നുണ്ട്. അവർക്കൊന്നും അറിയത്തില്ല യഥാർത്ഥത്തിൽ. ചുമ്മാ അവർ ബില്ല് വായിക്കുന്നു, ഗൂഗിളിൽ എന്തൊക്കെ എടുക്കുന്നു, അവർ സംസാരിക്കും. അതല്ല യഥാർത്ഥത്തിൽ. കാരണം ഈ ബില്ല് 2019 വരുമ്പോൾ തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം കൺസൾട്ടേഷൻ ഇല്ലായ്മയാണ്, കമ്മ്യൂണിറ്റി കൺസൾട്ടേഷൻ ഇല്ലായ്മ. ഇപ്പോൾ ഈ അമൈൻമെൻറ്റ് വന്നപ്പോൾ അതിനെതിരെ സംസാരിക്കാനായിട്ടാണ് കൽക്കീനെ പോലുള്ള ആളുകൾ ഡൽഹി പോയതും. കാരണം അവർ നാഷണൽ കൗൺസിൽ അംഗമാണ്. അവർ വീരേന്ദ്രകുമാറിനെ ഇതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു സൗകര്യമില്ല, വരാൻ ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സഹായമാണ് പറഞ്ഞു വിട്ടത്. ആ സ്ത്രീയോട് ഇതിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചത്. അപ്പോൾ ഇവർക്ക് നല്ല ബോധമുണ്ട് എന്ത് ഇവരിത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്കൊന്നും തിരുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇരുന്നിട്ട് ഇതിങ്ങനെയാണ്, നിയമം ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ വളരെയധികം ഹോമോഫോബിയ, ട്രാൻസ്ഫോബിയ ഉള്ള ഇടമാണ്. അതിപ്പോൾ നമ്മുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ. ഒരു സ്ത്രീ ഒരു പുരുഷൻ തന്നെ ആക്രമിച്ചു എന്ന് ബസ്സിൽ നിന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്തായിരുന്നു ജനം. പക്ഷെ അതേ ദിവസം എത്ര സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും, റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇവരാരെങ്കിലും അത് മൈൻഡ് ചെയ്തോ? ഇല്ല. പക്ഷെ നമ്മുടെ ഫോക്കസ് മുഴുവൻ ആ സ്ത്രീയെ എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം എന്നായിരുന്നു. അതിനുവേണ്ടി ഇവരൊക്കെ എണീറ്റ് വന്നു, ഈ പറയുന്ന പുരുഷന്മാരും പുരുഷ സംഘടനകളും എല്ലാം. അപ്പോൾ ഒന്നാലോചിക്കണം, അതിനുശേഷം ഇവർക്ക് പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ഇടപെടണ്ടേ? വേണ്ട. ഇവിടെ എത്ര റേപ്പ് കേസ് ഉണ്ടാവുന്നു ഇന്നും നമ്മൾ എടുത്തു നോക്കുമ്പോൾ. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവരാരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. ഈ സംഘടനകൾ ആരെങ്കിലും മാലിടാൻ പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഈ പറയുന്ന പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഒക്കെ റേപ്പ് കേസുകൾക്കാണ് ഇവർ പോകുന്നത്. ഒന്നില്ലെങ്കിൽ സ്ത്രീ പീഡനം, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അവർ. സ്ത്രീകൾ നേരിടുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് ജെൻഡറിൽപ്പെട്ട ആളുകൾ നേരിടുന്ന പോലെ തന്നെ പുരുഷന്മാരും നേരിടുന്നുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ. ഈ റേപ്പ് മാത്രമാണ് നേരിടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് മാത്രം വരുമ്പോഴാണ് ഇവർ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സെയിം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ അവർ എന്താ പറയുക, ഒരു സോഷ്യൽ വാർ പോലെയാണ് ഇവർ ചെയ്യുന്നത്. ഒരു സാമൂഹ്യ യുദ്ധം പോലെ അവർ ചെയ്യുന്നത്. നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മളേക്ക് ടാഗ് ചെയ്യാണ് പല കാര്യങ്ങൾക്കും. നമ്മളെന്തിനു മറുപടി പറയേണ്ട ആവശ്യം? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കലാലയമാണ് മഹാരാജാസ്. മഹാരാജാസിൻ്റെ പേര് പോലും ഇപ്പോൾ ഹരഹര മഹാരാജാസ് എന്നാണ്. അതങ്ങനെ ആക്കിയിട്ടുള്ളത്
ഈ പറയുന്ന യുവതലമുറയാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യുവതലമുറ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഇവർക്ക് ഫണ്ടിങ് വരെയുണ്ട്, ഒരു ഓർഗനൈസേഷൻ വരെ ഇതിനുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടാ. കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഇങ്ങനെ തെറ്റായ ധാരണ പരത്തി വിടുന്നു എന്ന് പറഞ്ഞാൽ അവർ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വന്നു. ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി ഇത്തരം കാര്യങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കണമെങ്കിൽ എത്രത്തോളം ഉണ്ടായിരിക്കും ഇവിടുത്തെ ഹോമോഫോബിയ, ക്യൂർഫോബിയ, ട്രാൻസ്ഫോബിയ, നിരവധി പേജുകൾ വരെയുണ്ട്, ഇതിന് ഫണ്ടിങ് വരെയുണ്ട്. അപ്പം അത് നിർബന്ധിതപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനെ മനസ്സുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അതിന് സ്ട്രെങ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതൊന്നും ഇല്ലാതാക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ത്രീകളുടെ കാര്യത്തിൽ പോലും ഇത്രയും വർഷം നമ്മൾ സംസാരിച്ചിട്ട് പോലും ഈ സമൂഹത്തിന് യാതൊരു ബോധം ഉണ്ടായിട്ടില്ല. ബോധം ഉണ്ടായാൽ പോലും അവരാ ബോധമില്ലാതെ നടിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാകുമോ, ഇതിനെക്കുറിച്ച് ഇവർക്ക് അവയർനെസ് ചെയ്യാൻ പറ്റുമോ, ഇവരിതിന് എന്തെങ്കിലും അഡ്വക്കസി കൊടുത്താൽ ഇവർക്ക് അതിൽ ചേഞ്ച് ആകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ പല കമ്മ്യൂണിറ്റീസും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അവർ മീഡിയ സെൻസിറ്റൈസ് ചെയ്യുന്നുണ്ട്. സീമാ വിനീത് അടക്കം 15 ട്രാൻസ്ജെൻഡേഴ്സാണ് കഴിഞ്ഞ ദിവസം BJP അംഗത്വം എടുത്തത്. അവരംഗത്വം എടുത്തു, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഈ ബില്ല് വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് അവർ സ്റ്റോറി ഇട്ടിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് ശീതളിന് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിലേക്ക് കമ്മ്യൂണിറ്റി പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഒരു സംഘപരിവാര രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം അതൊരിക്കലും ക്ഷമയുടെ, മനുഷ്യത്വത്തെ മനസ്സിലാക്കലിൻ്റെ ഒരു രാഷ്ട്രീയമല്ല സംഘപരിവാര രാഷ്ട്രീയം. സംഘപരിവാരം ഇല്ലാതാക്കലിൻ്റെ, പ്രത്യേകിച്ച് മനുഷ്യത്വത്തെ ഇല്ലാതാക്കലിൻ്റെ, മനുഷ്യരുടെ ജീവിതത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെ, നിലനിൽപ്പിനെ ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് എപ്പോഴും സംഘപരിവാർ നമ്മളോട് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ന് പാർശ്വവൽപ്പെട്ട എല്ലാ മനുഷ്യരും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അവർ ഭയത്തോടെയും ഈ ഭരണകൂടത്തോടുള്ള എല്ലാതരം ഭയപ്പാടും ദേഷ്യവും ഒക്കെ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയത്തെയും ഒക്കെ കാണുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് എന്തുകൊണ്ട് അവർ പോയി എന്നുള്ളതും ഒരു ചോദ്യമാണ്. കാരണം ഇപ്പം സംഘപരിവാര രാഷ്ട്രീയത്തിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപകടം അവർ എപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു ആശങ്കയിലാണ് ഞാൻ. എത്രയും പെട്ടെന്ന് അവരത് ആ അപകടം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. കാരണം ഇപ്പം കുറച്ച് ദിവസം മുമ്പ് ഒരു മീഡിയ റിപ്പോർട്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചത്, ഇത്രയും പേര് ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി, അവരുടെ തലയ്ക്ക് മുകളിലാണ് ഈ വാള് പോലെ ഈ ബില്ല് വന്ന് നിൽക്കുന്നത്, ഈ അമൈൻമെൻറ്റ് ബില്ല് വന്ന് നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ലേ ശീതളെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം ഉണ്ടായില്ല. കാരണം അവരത് മനസ്സിലാക്കാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത്? കാരണം അവർക്കതിൻ്റെ ബോധം ഉണ്ടെങ്കിൽ അവരാ പോവില്ല, അവരങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോയില്ല. ഇല്ലെങ്കിൽ ആ രാഷ്ട്രീയം വിട്ട് അവർ വെളിയിൽ വന്നേനെ. ഇപ്പം ഈ ബില്ല്, അമൈൻമെൻറ്റ് ബില്ല് രാജ്യസഭയിൽ ലോക്സഭയിൽ പാസ്സായി കഴിഞ്ഞാൽ നാഷണൽ കൗൺസിലിൽ നിന്ന് ഞാൻ രാജിവെക്കുമെന്ന് കൽക്കി സുബ്രഹ്മണ്യം പറഞ്ഞു. പക്ഷേ കൽക്കി സുബ്രഹ്മണ്യം ഇത്രയും പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റാണ്, ഇത്രയും വർഷമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവർ പോലും അതിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോന്നു. പക്ഷെ അത്രയും പോലും ഇവിടെയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് അത് മനസ്സിലായിട്ടില്ല. ഇവരെല്ലാവരും ബില്ലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക മാത്രമല്ല, കമ്മ്യൂണിറ്റിയെ വളരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇവർ നിരന്തരമായിട്ട് ചാനൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഭരണകൂടം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികളെക്കുറിച്ച് വളരെ വാചാലരായിട്ട് സംസാരിക്കുക. അത് മുഴുവൻ കള്ളമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. രണ്ടാമത് ഇന്ത്യയിൽ ആദ്യമായി ഒരു ജസ്റ്റിസ് ബോർഡ് കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. മൂന്നാമത് ഇന്ത്യയിൽ ഒരു സർവേ കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. ഡിസ്ട്രിക്ട് ബോർഡുകൾ കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. ആദ്യമായിട്ടൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. 2014 നെൽസ ജഡ്ജ്മെൻറ്റിന് ശേഷം നെൽസ ജഡ്ജ്മെൻറ്റ് കൃത്യമായി പറയുന്നുണ്ട്, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആരോഗ്യം, തൊഴിൽ, വിദ്യാഭ്യാസം ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്നാണ് സുപ്രീം കോടതി 2014 പറയുന്നത്. ഇതാദ്യമായിട്ട് ടേക്കപ്പ് ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ 2016 ജസ്റ്റിസ് ബോർഡ് വരികയും 2018 പ്രോജക്റ്റ് വരികയും 2015 സർവേ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞു.
അതിനുശേഷമാണ് 2016 അവസാനം തിരിച്ച് ശിവ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ എന്തുണ്ടാവുന്നത്, 2019 പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. ഈ പ്രൊട്ടക്ഷൻ ആക്ട് വന്ന് 2022 ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ആദ്യമായിട്ടൊരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത് സ്മൈൽ പ്രൊജക്റ്റ്. ഈ സ്മൈൽ പ്രൊജക്റ്റ് ശരിക്കും ഒരു കള്ളത്തരമാണ്. ഇപ്പോഴും അതിൽ യാതൊരു തരത്തിലുള്ള ഉപഭോക്താക്കളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ തന്നെ പറഞ്ഞു ഒരു സർവേ നടന്നിട്ടുണ്ടെന്ന് ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കിടയിൽ. അങ്ങനെ സർവേ നടന്നിട്ടില്ല. അങ്ങനെ സർവേ നടന്നിട്ടുണ്ടെങ്കിൽ ആ സർവേ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. ആരാണ് സർവേ ചെയ്തത്, ഏത് ഏജൻസിയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആണെങ്കിൽ കമ്മ്യൂണിറ്റി. ഇപ്പോൾ കേരളത്തിലൊരു സർവേ നടന്നിട്ടുണ്ട് 2014-15 കാലഘട്ടത്തിൽ. അതിന് കൃത്യമായി വിവരങ്ങളുണ്ട്. കാരണം അത് കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്തത് സ്നോബോൾ ടെക്നിക്ക് ഉപയോഗിച്ച്. അതിന് ഫണ്ട് അലോക്കേറ്റ് ചെയ്തത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സംഗമ എന്ന ഓർഗനൈസേഷനും SMFK എന്ന ഓർഗനൈസേഷനാണ് ഈ സർവേ പൂർത്തിയാക്കിയത്. പോളിസി ആരാണ് ഡ്രാഫ്റ്റ് ചെയ്തത്, പോളിസി ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണ്, ജസ്റ്റിസ് ബോർഡ് ആരാണ് ഉണ്ടാക്കിയത്, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. അപ്പോൾ ഇല്ലാത്ത രേഖകളെ കുറിച്ചാണ് അദ്ദേഹം അവിടെ രാജ്യസഭയിൽ സംസാരിച്ചത്. അപ്പോൾ അത് വളരെയധികം അരോചകം ഉണ്ടാക്കി എന്നുള്ളതാണ്. പിന്നെ ഇവർ മുഴുവൻ സംസാരിക്കുന്നത് ഈ ദൈവിക പദവിയാണ്. അപ്പം നമുക്ക് ശരിക്കും ഐ തിങ്ക് ജയ ബച്ചൻ പോലും നാളെ രാമനവമിയാണ് ഇങ്ങനൊരു ബില്ല് പാസ്സാക്കിയ നാളെ ഇവരുടെ ശാപം കിട്ടുന്നുള്ള രീതിയിൽ സംസാരിച്ചത്. എനിക്ക് ശരിക്കും കോമഡിയായി തോന്നി. സത്യത്തിൽ അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പക്ഷേ എങ്കിൽ പോലും നമ്മളതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണം. നമുക്ക് ദൈവിക പദവി അല്ല വേണ്ടത്. ശരിക്കും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ മനുഷ്യൻ്റെ ജെൻഡർ എക്സ്പ്രഷനെ കാണാൻ കഴിയണം. അല്ലാതെ പുരാണങ്ങളിൽ എഴുതിയിട്ടുള്ള ഇതിഹാസങ്ങളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളല്ല. എങ്കിൽ പിന്നെ ഇവർ പുരാണങ്ങളും ഇതിഹാസങ്ങളുമാണ് കെട്ടിപ്പിടിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ മനുഷ്യരെ ഇവർ ഇല്ലാതാക്കുന്നു? കാരണം ഇവരുടെ പുരാണങ്ങൾ ഇതിഹാസങ്ങളെല്ലാം പറയുന്നത് ഈ ജെൻഡർ ഡൈവേഴ്സിറ്റിയും സെക്ഷുവാലിറ്റി ഡൈവേഴ്സിറ്റിയാണ്. എന്തുകൊണ്ട് കൃഷ്ണന് ഇത്രയധികം ഭാര്യമാർ? എന്തുകൊണ്ട് ശിവന് പുരുഷനും സ്ത്രീയുമായി മൾട്ടിപ്പിൾ സെക്ഷൽ റിലേഷൻഷിപ്പ്? എന്തുകൊണ്ട് അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായിരുന്നു? പുരുഷനും സ്ത്രീയും ഒരുമിക്കുന്ന ഇന്റർസെക്സ് സങ്കല്പം ഉണ്ടാവുന്നു എന്നുള്ളത് അല്ലേ? അപ്പം ഇത്രയധികം വൈവിധ്യങ്ങൾ ഇത്തരം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മിത്തുകളിലൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനല്ലേ ഇവർ ശ്രമിക്കേണ്ടത്. എന്തുകൊണ്ട് ഇല്ലാതാക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണോ ക്രിസ്ത്യൻ ഐഡിയോളജി ട്രംപ് കൊണ്ടുവരുന്നത്, കൊളോണിയൽ ഐഡിയോളജി, അത് ട്രംപ് എങ്ങനെയാണോ ഭൂരിപക്ഷത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെയും അത് മോദിയും അത് പയറ്റുന്നത് അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി അത് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം BJPയുടെ പല ആളുകളും രാജ്യസഭയിൽ സംസാരിച്ചത്, MP സംസാരിച്ചത് ഇവർ കുട്ടികളെ ഇതാക്കുന്നു എന്നുള്ളത്. അപ്പം ഇങ്ങനെ കുട്ടികൾ ഇതാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്ര കേസുകളുണ്ട്? ഇവർക്ക് നിയമപരമായിട്ട് ഇത് പറയാൻ കഴിയണം. അല്ലെങ്കിൽ കുട്ടികളെ കടത്തുകയോ അല്ലെങ്കിൽ കുട്ടികളെ കടത്തി എന്ന് പറഞ്ഞ് ഏതെങ്കിലും കോർട്ടിൽ കേസോ പോലീസ് കേസോ ഉണ്ടെങ്കിൽ ഇവരത് വ്യക്തമാക്കണം. അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് അതും ഇവർ പറയണം. പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഇവർ തട്ടിയെടുക്കുന്നു. സ്ത്രീകൾക്ക് എന്താ അവകാശം ഇവിടെ? സ്ത്രീകൾ തന്നെ അവരെ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ട്രാൻസ് ആയിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സൗകര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊക്കെ ആണുങ്ങളായോ പോരെ? ആണുങ്ങൾക്കല്ലേ കൂടുതൽ അവകാശം? ആണുങ്ങൾക്കല്ലേ കുറച്ചുകൂടി ഫ്രീഡം എക്സ്പ്രഷൻ, അവർക്കല്ലേ കുറച്ചുകൂടി ഈ പറയുന്ന സൊസൈറ്റിയിലൊരു എന്താ പറയുക മാസ്കുലിനിറ്റി എക്സ്പ്രസ് ചെയ്ത് ഈ പറയുന്ന ഹയറാർക്കിനെ പൊക്കിപ്പിടിച്ച് ഈ പറയുന്ന പേട്രിയാർക്കിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിവിലേജാണ്. അവിടെ പുരുഷനായിരുന്നാൽ പോരെ, പിന്നെ എന്തിനാ നമ്മൾ ട്രാൻസ് ആവേണ്ട ആവശ്യം? പിന്നെ സ്ത്രീകളുടെ അവകാശം, എന്താ അവകാശം സ്ത്രീകൾക്ക്? ഇവിടെ ഗവൺമെൻറ് ഞങ്ങൾക്ക് എന്താ സ്ത്രീകളെ തട്ടിയെടുക്കാൻ പറ്റുന്നത്? സ്ത്രീകളുടെ ബാത്റൂം ഉപയോഗിക്കുന്നതാണ് അത്ര വലിയ അവകാശം. ഇതാണ് ഇവർ മെയിനായിട്ട് കൊണ്ടുവരുന്ന പരാതികൾ. സ്ത്രീകളുടെ ബാത്റൂം ഉപയോഗിക്കുന്നു, സ്ത്രീകളെ സൗകര്യം. സ്ത്രീകൾക്ക് എന്ത് സൗകര്യം? സ്ത്രീകളുടെ സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് എത്ര നാളുകളായി? വർഷങ്ങളായി. അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണം. ഇപ്പോൾ ഇവർ പറയുന്നു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ട്രാൻസ് ആക്കി, ഇൻഫ്ലുവൻസ് ആക്കി. അതിന് എന്തെങ്കിലും നിയമമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേസുണ്ടോ? കോർട്ടിൽ എന്തെങ്കിലും കേസുണ്ടോ? ഇതൊന്നും ഇവർ ഹാജരാക്കുന്നില്ല. ചുമ്മാ ആരോപണം. അതും ഒരു സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്ററാണ് ഇങ്ങനെ പറയുന്നത്. അതായത് ഒരു സമയത്ത് ഞങ്ങൾക്കും തുല്യ നീതി വേണം എന്ന് പറഞ്ഞു നടന്ന കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെയാണ് ഇപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് അല്ലേ?
അല്ല ഇതിലെന്താ വെച്ചാൽ ഇപ്പം പല ട്രാൻസ് കമ്മ്യൂണിറ്റീസും രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം ലെഫ്റ്റ് ഗ്രൂപ്പ്സിന് ഇപ്പം DTFK ഉണ്ട്, ഡെമോക്രാറ്റിക് ട്രാൻസ്ജെൻഡർ ഫെഡറേഷൻ ഓഫ് കേരള. അതുപോലെ കോൺഗ്രസ്സിന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ഉണ്ട്, കേരള ട്രാൻസ്ജെൻഡർ പ്രദേശ് കോൺഗ്രസ് ഉണ്ട്. അപ്പം സംഘപരിവാറിന് ഇതുവരെ സംഘടനയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒത്തിരി പേരെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. ശീതളിനെ വിളിച്ചിട്ടുണ്ടോ? എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് എപ്പോഴേ കോള് വന്നിട്ടുണ്ട് ഇതിലേക്ക്. എനിക്ക് മിക്ക രാഷ്ട്രീയ സംഘടനയ്ക്കും കോള് വന്നിട്ടുണ്ട്, പക്ഷെ ഞാനൊരു രാഷ്ട്രീയത്തിനോടും അഭിമുഖീകരിക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ 2 മത്സരാർത്ഥികൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അമ്മയും അരുണിമയും. അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആനന്ദ് മത്സരിച്ചു. ഇപ്രാവശ്യം ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രകൃതി മത്സരിക്കുന്നുണ്ട് വയനാട്ടിൽ. അപ്പോൾ അത് നമുക്ക് പൊളിറ്റിക്കലി റെപ്രസെൻറ്റേഷൻ വേണം, അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതേസമയം നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളത്. മാറ്റം ഉണ്ടാവും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ദ്രൗപദി മുർമു ദളിത് റെപ്രസെൻറ്റേഷനാണ്, KR നാരായണൻ ദളിത് റെപ്രസെൻറ്റേഷനാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം ദളിത് കമ്മ്യൂണിറ്റിക്ക് എന്തുകൊണ്ട് മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു റെപ്രസെൻറ്റേഷൻ അത് റെപ്രസെൻറ്റേഷൻ തന്നെയാണ്, അത് അവിടെ വന്ന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് വേറൊരു കാര്യമില്ല. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത്തരം മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളത് എന്നെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഒന്നുമല്ലെങ്കിൽ ഇവർക്ക് തല ഉയർത്തി നിന്ന് ചോദിക്കാൻ കഴിയണം, ഞങ്ങൾ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്കെതിരെ വാളോങ്ങേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ, ഞങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ. അപ്പം അതിൽ മെമ്പർഷിപ്പ് എടുത്തുള്ള 15 പേരിൽ ട്രാൻസ്മെൻറ്റും ഉണ്ട്, ട്രാൻസ് വുമൻസും ഉണ്ട്, അതിൽ സർജറി കഴിയാത്തവരുണ്ട്, മിഡ് സർജറി കഴിഞ്ഞവരുണ്ട്, ഇനി മുഴുവൻ സർജറി കഴിഞ്ഞവരുണ്ട്, പല ആളുകളുണ്ട്. അപ്പം ഇവരെയൊക്കെയാണ് ഈ രാഷ്ട്രീയ പാർട്ടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലും ഇവർക്ക് ചിന്തിക്കാനോ ഇവർക്ക് ആ രാഷ്ട്രീയ പാർട്ടിയോട് ചോദ്യം ചോദിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് നട്ടലാണ് ഇവർക്കുള്ളത്? എന്നിട്ട് ഇവർ ചാനലിൽ വന്നിരുന്ന് പച്ച നുണകൾ പറയാണ്. ക്രിമിനൽ ട്രൈബ് ആക്ട് 1870 ക്രിമിനൽ ട്രൈബ് ആക്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മോദിയാണ് ഇതെല്ലാം കൊണ്ടുവന്നത്, അവരാണ് ഇങ്ങനെ അതുകൊണ്ടാണ് ഇവർ ജീവിതങ്ങൾ രക്ഷപ്പെട്ടത്. ഈ പറയുന്ന ആളുകൾ തന്നെ ID കാർഡ് എടുത്തതും ഇവർ നല്ല രീതിയിൽ പ്രൊഫഷണൽസ് ആയതൊക്കെ ഇവിടെയുള്ള ആക്ടിവിസ്റ്റുകളുടെ കഴിവാണ്. അവർ ശബ്ദമുയർത്തിയിട്ടാ, അവർ പോളിസി മേക്ക് ചെയ്തിട്ടാ, ഇവിടുത്തെ ഭരണകൂടം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾക്ക് വേണ്ടുന്ന സോഷ്യൽ എൻ്റർടൈൻമെൻറ്റ്സ് ഒരുക്കിയത് കൊണ്ടാണ്, അത്തരത്തിലുള്ള ബെനിഫിഷ്യറീസ് ഉണ്ടാക്കിയത് കൊണ്ടാണ്, അത്തരത്തിലുള്ള ബജറ്റ് അലൊക്കേഷൻ ഉണ്ടായത് കൊണ്ടാണ്. ഇവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റാണ് ബജറ്റ് അലൊക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിലല്ലാതെ? ഇപ്പം ഇവർ കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് സമയത്താണ് ബജറ്റ് അലൊക്കേഷൻ ഉണ്ടായത്? ഈ സ്മൈൽ പദ്ധതി വന്നതിന് ശേഷമാണ് ബജറ്റ് അലൊക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് 2016 മുതൽ ഇവിടെ ബജറ്റ് അലൊക്കേഷൻ ഉണ്ട്. ഇവിടെ സർജറി ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, സ്വയം തൊഴിൽ പദ്ധതികളുണ്ട്, അവരുടെ നൈപുണ്യ വികസനങ്ങളുണ്ട്, സാക്ഷരതാ മിഷൻ വഴി അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും കോളേജിൽ അഡ്മിഷനുണ്ട്, അവിടെ സ്കോളർഷിപ്പ് ഉണ്ട്, ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്, ഇവിടെ ഷെൽട്ടർ ഹോംസ് ഉണ്ടായിരുന്നു, ഹോർമോൺ ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പം സർഹ ഹോസ്പിറ്റലുകളിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിനും സർജറിക്കുള്ള സൗകര്യങ്ങൾ ഒരുങ്ങി തുടങ്ങി. അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇവർ കള്ളം പറയുന്നത് ശരിയല്ല. നിങ്ങൾ കള്ളം പറയുന്നതാണെങ്കിൽ അത് ഏത് മനുഷ്യർ വിശ്വസിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ പറയേണ്ടി വരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കള്ളങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സത്യം ഹാജരാക്കണം, പ്രൂഫ് ഹാജരാക്കണം. നിങ്ങൾക്കതിന് കഴിയില്ല. കാരണം ഇവിടെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന, ചരിത്രം അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവർ നിങ്ങളോട് സംസാരിക്കും കൃത്യമായിട്ട്. കാരണം നിങ്ങളിങ്ങനെ വെറുതെ ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് അങ്ങനെ ചെയ്തു, കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു, അവർ ഞങ്ങളെ കൈക്കൊണ്ട് നടക്കുകയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇല്ല, നുണയാത്.
നിങ്ങൾ എപ്പോഴാണത് മനസ്സിലാക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടാക്കുന്ന, നാളെ നിങ്ങൾക്ക് പോലും നിങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അമെൻമെൻറ്റ് ബിൽ. നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ വളരെയധികം അപകടത്തിലേക്കായിരിക്കും പോവുക. ഇപ്പോൾ മീഡിയയ്ക്ക് മുമ്പിലല്ലാതെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബില്ല് വന്നതിന് ശേഷം ഈ അംഗത്വം എടുത്തവരോട് നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഒരു മീറ്റിംഗ് വെച്ചോ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കുകയോ ഇതിൻ്റെ കാര്യഗൗരവം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്തിരുന്നു? ഇല്ല, കാരണം ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല. ഇവരെല്ലാം നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരാ. അവരിങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് പെട്ടു എന്നുള്ളതിൽ ആശങ്കയുള്ളവരാ നമുക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരെ തിരുത്തി നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യത്തില്ല. അങ്ങനെ ഉറപ്പുള്ള ആളുകളാണ് അവര്. ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത് ഇല്ല, അവര് വീണ്ടും വീണ്ടും, കാരണം ഇപ്പം നമ്മള് ബില്ലിനെ കുറിച്ച് പഠിച്ചവർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാനറിയാം. ഇവര് ബില്ല് പഠിക്കാതെ വെറുതെ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇടുകയാണ്. അത് കാണാൻ നമുക്ക് താല്പര്യമില്ല. പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ മോശക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ ആരുടെയൊക്കെയോ സൗകര്യങ്ങൾ തട്ടിയെടുക്കുന്ന ആളുകളാണ്, നമ്മൾ എന്തോ മാനസിക രോഗികളാണ്, നമ്മൾ ചുമ്മാ വേഷം കിട്ടുന്നവരാണെന്നുള്ളതാണ് ഇവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ വേഷം കിട്ടുന്ന ആൾക്കാരാ. ഇവരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതുപോലെ മെമ്പർഷിപ്പ് എടുത്ത ഒരാളൊരു ചാനലിൽ വന്നിരുന്ന് പറയുന്ന വീഡിയോ എപ്പോഴും കിടക്കുന്നുണ്ട്, ഒരു പ്രമുഖ ചാനലിൽ. ഞാൻ എൻ്റെ ലൈഫിൽ വേഷം കിട്ടുന്നത് എൻ്റെ കലാവതരണത്തിന് വേണ്ടി മാത്രമാണ്. പിന്നീടാണ് അവർ ഇത് തിരിച്ചറിഞ്ഞ് ഒരു ട്രാൻസ്വുമൺ ആവുന്നതും സർജറി ചെയ്യുന്നതും വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതും. ഇപ്പം അവര് വലിയ കുലസ്ത്രീയായി, നമ്മളൊക്കെ എന്തൊക്കെയോ മോശപ്പെട്ട ആളുകളായി. മറ്റൊരാള് എവിടുന്നൊക്കെയോ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഇപ്പം നമ്മളെപ്പോലെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ട് ഇമ്പ്രസ് ആയിട്ടാന്ന് തോന്നുന്നു ഭയങ്കര സ്റ്റാൻഡേർഡ് സംസാരിക്കുകയും അതിൽ മുഴുവൻ പൊട്ടത്തരവും വിളിച്ച് പറയുന്നത്. അപ്പം ഇവർക്കിത് എന്തോ ഇവർ കുറേ സാരിയൊക്കെ കൊടുത്ത് വലിയ സ്റ്റൈലിലൊക്കെ വന്ന് ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ടിരുന്ന് സംസാരിക്കുന്നത്, ഇത് ഭയങ്കര സംഭവമാണ്, ഞാൻ സംസാരിക്കുന്നതൊക്കെ ക്ലാരിറ്റി ഉള്ള കാര്യമാണ് എന്നുള്ളതാണ് ഇവർ വിചാരം. തെറ്റാണത് മുഴുവൻ. അത് നമുക്ക് കാണുമ്പോൾ അരോചകമാണ് തോന്നുന്നത്. എന്ത് ബുദ്ധിമോശമാണ് ഇവർ സംസാരിക്കുന്നത്. കാരണം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഓൾറെഡി നമ്മളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഈ സമൂഹത്തിലുണ്ട്. അത് സിനിമയിലൂടെ ആയാലും എഴുത്തുകളിലൂടെ ആയാലും സീരിയലുകളിലൂടെ ആയാലും ടെലിവിഷൻ പരിപാടികളിലെ ആയാലും കോമഡി ഷോകളിലും ഈ പറയുന്ന റിയാലിറ്റി ഷോകളിലും ഒക്കെ നമ്മളെക്കുറിച്ചുള്ള മോശപ്പെട്ട വശങ്ങളുണ്ട്. നമ്മൾ തന്നെ അതിനൊരു ഇൻപുട്ട് എടുത്തുകൊണ്ട് നമ്മൾ തന്നെ അത് ഈ സോഷ്യലി ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എത്ര പ്രശ്നമാണെന്നുള്ളത് ഇവർ ആലോചിക്കുന്നില്ല. അല്ല, യെസ് ഡെഫിനറ്റ്ലി. ഇനിയിപ്പം ഇതെത്ര കമ്മ്യൂണിറ്റി ഇത് ഭയപ്പെട്ടിരിക്കുന്നുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ചൈൽഡായിട്ടിരിക്കുന്ന ജെൻഡർ നോൺ കൺഫേമിംഗ് ആയിട്ടുള്ള കുട്ടികൾ എത്രത്തോളം ഭയപ്പെടുന്നുണ്ടാവും. ഇപ്പം ഞാനൊക്കെ എൻ്റെ ഐഡൻറ്റിറ്റി റിലീസ് ചെയ്യാൻ ഒത്തിരി സമയം എടുത്തു. അപ്പം ഞാൻ എൻ്റെ ഒരു 10 വയസ്സ് 11 വയസ്സൊക്കെ സമയത്ത് ഞാൻ അന്വേഷിക്കുകയാണ് ഞാൻ ആരാണെന്ന്. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്തോ, എനിക്കന്ന് ഗൂഗിളില്ല, ഫോണില്ല, ഇൻ്റർനെറ്റ് ഇല്ല, എനിക്ക് നല്ല സുഹൃത്തുക്കളില്ല, ഞാൻ ആരോട് ചോദിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിയാം, അവർക്ക് പെട്ടെന്ന് ആ വിവരങ്ങൾ കിട്ടുക, അവർ കുറച്ചുകൂടിയും ലക്കാണെന്നുള്ളതാ. പക്ഷെ അതേസമയം അവരോടുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അത് മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മളോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്മേൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുകയാണ് ഇവർ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർ എത്രത്തോളം അപകടകരമായിട്ടുള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത് ഇവർ ആലോചിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവർ വന്ന വഴി എത്ര സഹനം നിറഞ്ഞതാണെന്ന് ഇവർ ആലോചിക്കുന്നില്ല. ഇപ്പോൾ ഇവർ വന്നിരിക്കുന്ന കസേരകളൊക്കെ ആര് കൊണ്ടുവന്നിട്ടതാണ് എന്നുള്ളത് ഇവർ ആലോചിക്കുന്നില്ല. അതിൽ എത്ര പേരുടെ രക്തമുണ്ട്, എത്ര പേരുടെ മരണമുണ്ട്, എത്ര പേരുടെ കൊലപാതകമുണ്ട്, എത്ര പേരുടെ ഇല്ലാതാക്കലുണ്ടെന്ന് ഇവർ ആലോചിക്കുന്നില്ല. ഇവർ വളരെ ഈസി ആയിട്ടാണ് ഇവർ പറയുന്നത്. ഇപ്പം ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അധികം പേരും അവരുടേതായ ഒരു നിലനിൽപ്പ് കണ്ടെത്തിയ ആളാണ്. അവർക്ക് ദിവസവും വരുമാനം കിട്ടുന്ന ഒരു ജോലി ഉണ്ട്. അങ്ങനെയുള്ളവരാണ് ഇതിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഇതിനൊന്നും ഗതിയില്ലാത്ത കുറച്ച് പേരെ പറ്റി ഇവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് ശീതൾ? അല്ല, ഇവർ ഇനിയിപ്പോൾ എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര നിലനിൽപ്പുണ്ടായാലും ഇവിടെ അസ്തിത്വമാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങളൊരു മെഡിക്കൽ ബോർഡിന് മുമ്പിൽ വീണ്ടും നിങ്ങളുടെ ശരീരത്തെ കാണിക്കണം,
നിങ്ങൾ പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഈ പൈസയുള്ള ആൾക്കാർ കൊണ്ടുപോയി കാണിക്കണം. ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇനി ഒരു മകളെയോ മകനെയോ ഒന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് ക്രിമിനൽ കുറ്റമായിരിക്കും. പിന്നെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഞാൻ ഇവരെ കണ്ടിട്ടാണ് ഇൻഫ്ലുവൻസ് ആയതെന്ന് പറഞ്ഞാലും നിങ്ങൾ പണീഷബിൾ ആയിരിക്കും. അപ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നത് അതുവരെ മനസ്സിലാക്കുന്നില്ല. അതിനിപ്പോൾ എങ്ങനെ നിങ്ങൾ കാശ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിൽ. അതുകൊണ്ടാണ് ഇവിടെ ഒരു കൂട്ടായ്മ വന്നത്. ഇപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റി തന്നെ സർജറി ചെയ്യാത്തവർ, സർജറി ചെയ്തവർ എന്നുള്ളൊരു ഡിഫറൻസ് ഇപ്പം അടുത്ത് വന്നിരുന്നു. പക്ഷേ ബില്ല് വന്നതിന് ശേഷം ഒന്നായി, നമ്മൾ ഒന്നായി, ഒരു കളക്റ്റീവായി. അതിൽ ട്രാൻസ് എന്നോ ട്രാൻസ് വുമൻ എന്നോ ട്രാൻസ് മെൻ എന്നോ ഇന്റർസെക്സ് എന്നോ നോൺ ബൈനറി എന്നോ ന്യൂട്രൽ എന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരും ഒന്നായി, എല്ലാവരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ നമ്മളൊരു 1.5 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടാണ് 6 പേരെ ഡൽഹിയിലേക്ക് അയച്ചത്. അവിടെ രാജ്യസഭാ അംഗങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അമൈൻമെൻറ്റ് ബില്ലിൻ്റെ ആക്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളൊരു റിജക്റ്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ അതിലുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെയും ഈ പറയുന്ന ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് ഇതിനു വേണ്ടി പോരാടുമ്പോഴും സംസാരിക്കുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഇവർ നമുക്കെതിരെ സംസാരിക്കുന്നു, നമുക്കെതിരെ നിലനിൽക്കുന്നു? അപ്പോൾ ഇവർ ശരിക്കും മനുഷ്യരല്ലേ? ഇവർക്ക് മനുഷ്യത്വം ഇല്ലേ എന്നുള്ളത് എല്ലാ കമ്മ്യൂണിറ്റീസും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവരെ. അപ്പോൾ അത് അവരെപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കളക്റ്റീവ് രൂപപ്പെട്ടിട്ടുണ്ട്. അത് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, സ്റ്റിഗ്മ ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കളക്റ്റീവായി നമ്മൾ ഈ പറഞ്ഞ ആളുകളെ ഡൽഹിയിലേക്ക് വിട്ടു. അവർ പോയിട്ടാണ് ബഹുമാനപ്പെട്ട MP-മാരായിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെയും അതുപോലെ രാഹുൽ ഗാന്ധിനെയൊക്കെ കണ്ടത്. രാഹുൽ ഗാന്ധിനെ കണ്ട കൂട്ടത്തിൽ തന്നെ ആനന്ദ് ഉണ്ടായിരുന്നു, രേവതി മമ്മ ഉണ്ടായിരുന്നു, ഗ്രേസ് ബാനു ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇത് ഇന്ത്യയിലെ വിവിധ കളക്റ്റീവ് CBOs, NGOs, മൂവ്മെൻറ്റ്സ് ഇവരൊക്കെ കളക്റ്റീവായിട്ട് തന്നെ. ഇന്നലെ ജന്തർ മന്ദറിൽ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ഇന്നൊരു കൺസൾട്ടേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായി. ഇനി നമുക്കൊരു കൺസൾട്ടേഷനും വേണം, കൺവെൻഷനും വേണം. കാരണം കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഒത്തിരി ഭീതി ഉണ്ടായിട്ടുണ്ട്. അവരുടെ മാനസികാരോഗ്യത്തെ തകർക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ നിലനിൽപ്പിന് തകർക്കുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പ്രൊഫഷണൽസ് ഇല്ല, നമുക്ക് എല്ലാവരെയും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ക്യൂർ ആളുകളെ കൈകാര്യം ചെയ്യുന്ന സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നും ഇല്ല. അപ്പം നമുക്ക് അത്തരത്തിലുള്ള ആളുകളുടെ കുറവുകളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര സ്നേഹം പങ്കുവെക്കലും ചേർത്ത് നിർത്തലൊക്കെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലരും കാമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ 1-ാം തീയതി എനിക്ക് തോന്നുന്നു എറണാകുളത്ത് പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അതിജീവനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ തോക്കുന്നില്ല, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇലക്ഷൻ അടുക്കുകയാണ്, തിരഞ്ഞെടുപ്പ് വരാറായി. അപ്പോൾ കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു ഇത് ശീതളിന് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? അല്ല, ഇപ്പം ഞാനൊരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ മറ്റ് സംസ്ഥാനത്തെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും മറ്റ് സംസ്ഥാനങ്ങളുമായി പലപ്പോഴും പോവേണ്ടി വരികയും കാണേണ്ടി വരികയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും അവിടെയുള്ള ലീഡേഴ്സ് പലപ്പോഴും ചോദിക്കുന്നുണ്ട് അത്ഭുതത്തോടു കൂടി, എങ്ങനെയാണ് ഇങ്ങനൊരു മാറ്റം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ 2015 പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അതിനുശേഷം പുതിയ ഗവൺമെൻറ് വന്നു. ഈ 2016 വരെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പോളിസി വന്നു, ശരി തന്നെ, പക്ഷെ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള ആക്ഷനും ഉണ്ടായിട്ടില്ല. പക്ഷേ പുതിയ ഗവൺമെൻറ് ശേഷം ആ ആക്ഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ ബജറ്റ് അലോക്കേഷൻ നടന്നു, പ്രോജക്റ്റ് നടന്നു, ഒരു ജസ്റ്റിസ് ബോർഡ് ഉണ്ടായി, ഡിസ്ട്രിക്ട് ബോർഡുകളുണ്ടായി, വെൽഫെയർ ബോർഡ് ഉണ്ടായി, പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു എന്നുള്ളതാണ്. അത് സാമൂഹിക ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ ഓൾറെഡി ഇവിടെയുള്ള കമ്മ്യൂണിറ്റീസിനെ ഫോക്കസ് ചെയ്യുന്ന ഒത്തിരി കമ്മ്യൂണിറ്റീസ് മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ വിചാരിക്കുക എങ്ങനെയാണ് ഇത്രയും സൗകര്യത്തോടും അഭിമാനത്തോടും സുരക്ഷിതയോടും കൂടി അവർക്ക് ജീവിക്കാൻ അവിടെ പറ്റുന്നത്, എങ്ങനെയാണ് ഇത്രയധികം സോഷ്യൽ എൻറ്റൈൻമെൻറ്റ്സ് ഇവർക്ക് നേടാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ താല്പര്യവും അവരുടെയൊക്കെ തന്നെ
ഇടപെടലുമാണ്. പ്രത്യേകിച്ച് ശൈല ടീച്ചറെ പോലുള്ള വ്യക്തി, ബിന്ദു ടീച്ചറെ പോലുള്ള വ്യക്തി. അപ്പോൾ 2017 മുതൽ ഞാൻ സോഷ്യൽ ജസ്റ്റിസ് സോറി 2017 മുതൽ ഞാൻ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗമായിരുന്നു. 2024 എൻ്റെ കാലാവധി കഴിയുന്നത്. അപ്പോൾ പുതിയ ബോഡി വന്നു. അപ്പോൾ പുതിയ ബോഡി വന്നിട്ടും ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങളുണ്ടായപ്പോഴും ആ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ അടുത്ത് നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 5 വർഷം ബാംഗ്ലൂർ ജീവിച്ച ഒരാളാണ്. അവിടെ ഒത്തിരി കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്, ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്, ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട്, ഒത്തിരി ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ ഇതുവരെ വ്യക്തികളുടെ കാര്യത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലുള്ള ഒരു സംഘടനയാണ് ഇവിടെ പോളിസി കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റിയിട്ടുള്ളത്, സംഗമയ്ക്ക്. പക്ഷെ സംഗമ ബാംഗ്ലൂർ പ്രവർത്തിച്ചിട്ട് ഒരു മാറ്റം അവർക്ക് പറ്റിയിട്ടില്ല. അവരിപ്പോൾ ഈ അടുത്താണ് റിസർവേഷൻ 1% കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടുത്തെ മിനിസ്റ്റേഴ്സിനെയോ അവിടുത്തെ രാഷ്ട്രീയ അധികാരികളെയോ ഒന്നും നമുക്ക് അടുത്ത് ചെന്ന് കാണാനോ അവരായിട്ട് സംസാരിക്കാനൊന്നും എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവിടുത്തെ മിനിസ്റ്റേഴ്സിനെയും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെയും ഇവിടുത്തെ സോഷ്യൽ ജസ്റ്റിസ് നിലനിൽക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ, ഇപ്പം മന്ത്രി ബിന്ദു ടീച്ചറായിട്ട് ഒരു വാട്സപ്പ് കോൺവെർസേഷൻ മതി, അത്രത്തോളം ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ക്രൈസിസ് ഉണ്ടായാലും ടീച്ചർ എങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ട് ഉടനെ ഇടപെടും. ബില്ല് വന്നതിന് ശേഷം ആദ്യമായിട്ട് പ്രതികരിച്ച ഒരു മിനിസ്റ്റർ എന്ന് പറയുന്നത്, സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ബിന്ദു ടീച്ചറാണ് ഇന്ത്യയിൽ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒരു മിനിസ്റ്റർമാരുടെയും പത്രക്കുറിപ്പ് ഞാൻ കണ്ടിട്ടില്ല. പത്രക്കുറിപ്പ് ഇറക്കുകയും ഈ ബില്ല് തെറ്റാണ്, ഈ ബില്ലിനെ പിൻവലിക്കണം എന്നുള്ളത് ആദ്യമായിട്ട് സംസാരിച്ചത് ബിന്ദു ടീച്ചറാ. അപ്പം അത്രയും ഒരു സാമൂഹ്യ ബോധം അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടുള്ള ഒരു മനോഭാവം അതൊരു മന്ത്രിക്ക് ഉണ്ടാവണമെങ്കിൽ അവരാണ് യഥാർത്ഥ ജനപ്രതിനിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയെ പോലുള്ളവർ ഇവരെ ഇലയിട്ട് ചോറ് കൊടുക്കാനും പുടവ കൊടുക്കാനൊക്കെ ഓണത്തിന് വിളിക്കാനും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങാനൊക്കെ ഇവർ പോയി. ഈ ബില്ല് വന്നപ്പോൾ ഇയാളൊരക്ഷരം ഇന്ത്യ ഇയാൾ വലിയ ദൈവം ആവണമെന്നോ ബ്രാഹ്മണനാവണമെന്നോ അല്ലെങ്കിൽ മാങ്ങാത്തൊലി ആവണമെന്നൊക്കെ പറയണെന്താ. അതെ, എനിക്ക് ദേവസ്വം അതൊക്കെ ആവണമെന്ന് പറഞ്ഞേ. ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആളുകളല്ലേ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇയാൾ മിണ്ടിയോ, സംസാരിച്ചോ? അല്ലെങ്കിൽ ഈ പോയ കുമ്പിട്ട് പുടവ വാങ്ങിയ ചോറ് ഉണ്ട ആളുകൾ സംസാരിച്ചോ? അല്ലെങ്കിൽ അയാളടുത്ത് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചോ? ഇല്ല. ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് ആണ്, കേരളത്തിലെ മിനിസ്റ്ററാണ്. അവരാണ് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചത്. ഇത് ശരിയല്ല, ഇത് മനുഷ്യാവകാശ ലംഘനമാണ് സംസാരിച്ചത്. ഇവിടുത്തെ ഇടതുപക്ഷമാണ് സംസാരിച്ചത് എന്ത് ശരിയല്ല എന്നുള്ളത്. അപ്പം അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്കുണ്ട് എന്നുള്ളൊരു ബിലീവ് ചെയ്യാനുള്ള ഒരു വിശ്വസിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് മറ്റ് സ്റ്റേറ്റുകളും നമ്മൾ നോക്കിക്കാണുന്നത്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു ലെഫ്റ്റ് ഐഡിയോളജി ഉള്ളത് കൊണ്ടാണ് ശീതൽ നിങ്ങൾക്ക് ഇത്രയും നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് പലരും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും കേരളത്തെക്കാൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത്ര മാറ്റമൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ പോളിസി എടുത്തിട്ടുള്ളത് അസമാണ്, പിന്നെ ബീഹാർ എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഇന്ന് ഈ പറയുന്ന പോളിസിയിൽ പറയുന്ന ഡെവലപ്മെൻറ്റ് വന്നിട്ടേ ഇല്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ പോളിസി കൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് വളരെ ഹ്യൂജാണ്. വളരെ ഹ്യൂജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് കേരളത്തിൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിട്ടുള്ള വിസിബിലിറ്റിയും ഇൻക്ലൂഷനും എംപവർമെൻറ്റും. ശീതൾ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ ഗുണകരമായ ഒരു വിധി വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.